Hi friends, welcome to the video. We will see a craft work. Craft work is a craft work. That's what you do. കണ്ടല്ലോ അപ്പോൾ ഇത് നിങ്ങളുടെ കണ്ണിനെ പറ്റിക്കുന്നതാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ജസ്റ്റ് ഒരു ക്രാഫ്റ്റ് വർക്ക് ആണ് നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഒരു കടലാസിനെ വെട്ടിയിട്ട് ഒരു 3D ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ ശരിക്കും ഇതിപ്പോൾ ക്യാമറയിലൂടെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ശരിക്കും ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു കണ്ണടച്ചിട്ട് വേണം നോക്കാൻ ഒറ്റ കണ്ണോട് നോക്കിയാലാണ് ഈ ഒരു കാര്യം നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്കറിയാലോ രണ്ട് കണ്ണോട് നോക്കിയാൽ നമ്മുടെ കണ്ണിന് 3D എന്നുള്ള കാര്യം മനസ്സിലാവും അതായത് ഒരു കണ്ണടച്ച് നോക്കിയാൽ അത് 2D ആയി മാറും ഓക്കെ അങ്ങനെയാണ് ഈ ഒരു ഇല്യൂഷൻ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ക്രാഫ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്രാഫ്റ്റ് നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ബേസിക്കലി വേണ്ടത് ഒരു പശി കത്രികയും മാത്രമാണ് അപ്പോൾ മെയിൻ സാധനം വന്നിട്ടില്ല മെയിൻ സാധനം എന്ന് പറയുമ്പോൾ ഇതാണ് അതിലെ മെയിൻ സാധനം അതായത് ഇതൊരു പ്രിൻ്റ് ഔട്ടാണ് ഓക്കെ അപ്പോൾ ഇതുണ്ടോ അപ്പോൾ ഇതാണ് മെയിൻ സാധനം എന്ന് പറഞ്ഞത് ഇതൊരു പ്രിൻ്റ് ഔട്ടാണ് നമുക്കിത് ഗൂഗിളിൽ നിന്നൊക്കെ സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇതൊരു A3 സൈസിലാണ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പറുമാണ് അപ്പോൾ വല്ലാണ്ട് കട്ടി പറഞ്ഞ പേപ്പറിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ഇത് ഒട്ടിക്കുന്നത് കട്ട് ചെയ്യേണ്ടതൊക്കെയാണ് പെട്ടെന്ന് മടങ്ങും ചുരുങ്ങും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഞാൻ കുറച്ചൊരു കട്ടിയുള്ള A3 ഷീറ്റിലാണ് ഇത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത് രണ്ട് മോഡൽ എനിക്ക് കിട്ടി ഇതൊരു പട്ടിയാണ് ഇതൊരു ഡ്രാഗൺ കുഞ്ഞുമാണ് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഡ്രാഗൺ കുഞ്ഞിനെ മോഡലാക്കിയത് മാത്രം ഉണ്ടാക്കി കാണിക്കുന്നത് പട്ടിക്കുഞ്ഞാണ് കാരണം ഡ്രാഗൺ കുഞ്ഞ് ഭയങ്കര രൗദ്രഭാവം എന്ന് പറഞ്ഞു ചിലതൊക്കെ ഡ്രാഗൺ കുഞ്ഞിൻ്റെ മുഖത്ത് ഭയങ്കര രൗദ്രഭാവമാണ് പേടിയാവുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡോഗിൻ്റെ ഈ ഒരു പ്രിൻ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഡോഗിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും കണ്ടോ ഈ പട്ടിയുടെ ചുറ്റും കറുത്ത ഔട്ട്ലൈൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കണ്ടോ ഒരു കറുത്ത ഔട്ട്ലൈൻ പോകണുണ്ടോ അപ്പോൾ ആ ഔട്ട്ലൈൻ കംപ്ലീറ്റ് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഞാനത് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം ഓക്കെ നമുക്കത് കട്ട് ചെയ്യാം ഞാൻ ഇവിടുന്ന് ആദ്യം അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ നമ്മൾ കണ്ട ഔട്ടർ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതായത് അതിലെ വരച്ച് കാണിച്ചിരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതാ ഈ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഡോട്ടഡ് ആയിട്ട് ലൈൻസ് ഉണ്ട് പക്ഷേ ഈ രണ്ട് ലൈൻസ് വ്യത്യാസമുണ്ട് കണ്ടോ ഈ ഡോട്ടുകൾ കണ്ടോ കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ടുള്ള ഡോട്ടുകളാണ് പക്ഷേ ഈ ഡോട്ടുകൾ ഭയങ്കര വൈറ്റിൽ അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള ഡോട്ടുകളാണ് അതതിൻ്റെ അർത്ഥം ഇതിങ്ങനെ കട്ട് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെ കട്ട് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഡോട്ടഡ് ലൈൻസ് കാണാം അപ്പോൾ ആ ലൈൻസ് ഞാൻ മടക്കാണ് ഓക്കെ അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻസ് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മടക്കേണ്ട ഡോട്ടഡ് ലൈൻസ് ആണ് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നത് കട്ട് ചെയ്യേണ്ട ഡോട്ടഡ് ലൈൻസ് ആണ് അപ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഇപ്പുറത്തൊരു ഡോട്ടഡ് ലൈൻസ് ഉണ്ട് ആ ഡോട്ടഡ് ലൈൻസ് ഞാൻ മടക്കാണ് ഇനി നമ്മളിത് ഇവിടെ നിന്ന് മടക്കാണ് ഓക്കെ അപ്പോൾ ഇതൊരു ബേസ് പോലെയായി
ഇതൊന്നും ഞാൻ കട്ട് ചെയ്യാൻ മറന്നു കേട്ടോ, സോറി. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നമ്മളെല്ലാം മടക്കിയ പാർട്ടുകളും നമുക്ക് ആദ്യം ഒട്ടിച്ചെടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനെല്ലാം വിട്ടുവിട്ടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താണെങ്കിൽ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തിച്ചേരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കമൻറ്റിൻ്റെ കാര്യങ്ങൾ മറക്കരുത്. കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, അതായത് നമ്മുടെ വീഡിയോ ശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് ഞങ്ങൾക്കത് മനസ്സിലാവുക. അപ്പോൾ ആ കാര്യം ഒരിക്കലും മറക്കരുത്, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു കിടിലൻ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.